ഇന്ന് മാവേലിക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മനു, ഇന്ന് മാവേലിക്കരയിൽ നിരവധി ആൾക്കാർക്ക് തെരുവുനായ ആക്രമണം ഉണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മാവേലിക്കര KCB ഓഫീസ് വളപ്പിൽ പ്രവർത്തിക്കുന്ന സ്റ്റോറിൽ രാവിലെ 8:30 തെരുവുനായ ആക്രമണം ഉണ്ടായത്. സ്റ്റോറിലെ താൽക്കാലിക ഡ്രൈവറായ റിട്ടയർഡ് ഡ്രൈവറും നിലവിലെ താൽക്കാലിക ഡ്രൈവറുമായ ചെറുകോൽ ശ്രീനിലയത്തിൽ അശോക് രാജ് 68 വയസ്സ്, KCB കരാർ സബ് എഞ്ചിനീയറായ കണ്ടിയൂർ കൃപാനിധിയിൽ നന്ദന മോഹൻ 23 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അശോക് രാജ് സ്റ്റോറിന് വെളിയിൽ നിൽക്കുമ്പോൾ വെളുത്ത നിറത്തിലുള്ള ഒരു തെരുവുനായ അദ്ദേഹത്തെ കടിക്കുകയായിരുന്നു കാലിൽ. ഇതറിഞ്ഞ് ഡെറ്റോളുമായി പുറത്തേക്ക് ഇറങ്ങവെയാണ് നന്ദനയ്ക്ക് നേരെ തെരുവുനായ ചാടി വീണത്. ഈ ചാടി പാഞ്ഞു വരുന്ന തെരുവുനായെ കണ്ട് ഓടി മാറാൻ ശ്രമിക്കുന്നതിനിടെ നിലത്ത് വീണ് നന്ദനയുടെ തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. ചെറിയ മുറിവാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇരുവരും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വീടുകളിലേക്ക് മടങ്ങി. കൂടാതെ ഈ നായ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷം കോടതിക്ക് സമീപം വെച്ച് വിദ്യാർത്ഥികളെ കടിക്കുവാനിട്ട് ഓടിക്കുകയും സ്ത്രീകൾക്ക് നേരെ കടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത് മാവേലിക്കരയിൽ ഒരു നിത്യ സംഭവമായി മാറുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ തെരുവുനായ ആക്രമണത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക? പ്രതിയുടെ വളരെ ശരിയാണ്, കറക്റ്റാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം തെരുവുനായ ആക്രമണം ഇപ്പോഴുണ്ടായതല്ല. മാവേലിക്കരയിൽ നിരന്തരം തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് തൊട്ടു മുന്നിലത്തെ സംഭവമായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 80ഓളം ആളുകൾക്ക് കടിയേറ്റ ഒരു സംഭവം. അതിന് അവസാനം വിഷബാധയാണെന്ന് സ്ഥിരീകരിക്കുകയോട് ചെയ്ത ഒരു സംഭവം മാവേലിക്കരയിൽ ഉണ്ടായി. അന്ന് നിരവധി നായകളെ പിടിക്കുകയും സ്റ്റെറിലൈസ് ചെയ്യുകയും വന്ധ്യംകരിക്കുകയും ഈ പറഞ്ഞ വിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പ് നടത്തുകയൊക്കെ നഗരസഭ ചെയ്തിരുന്നു. എന്നാൽ അത് കൃത്യമായി നടന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇപ്പോഴും. കാരണം ഈ സ്റ്റെറിലൈസ് ചെയ്ത് വിട്ട നായകൾക്കെല്ലാം ഒരു നിറം, ഒരു ചായം പുരട്ടിയിരുന്നു. കുറേ കാലത്തേക്ക് അതിൻ്റെ ദേഹത്ത് കാണത്തക്ക രീതിയിൽ ഒരു ചായം പുരട്ടിയിരുന്നു ഈ ഇഞ്ചക്ഷൻ ചെയ്ത നായകളിലെല്ലാം. പക്ഷേ പല മൃഗസ്നേഹികളും പറഞ്ഞിരുന്നത് അവരുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ എത്തുന്ന നായകളിലൊന്നും ഈ ചായം അവർ കണ്ടില്ല. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല കാര്യക്ഷമമായ ഒരു സ്റ്റെറിലൈസേഷൻ മാവേലിക്കരയിൽ നടന്നിട്ടില്ല. മനു, തെരുവുനായ വിഷയത്തിൽ മാവേലിക്കര നഗരസഭയിൽ ഇതിനു മുൻപ് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ABC പദ്ധതി. അതിന് എത്രമാത്രം ഫലപ്രാപ്തി കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു? അതിൽ വലിയൊരു തമാശ കൂടിയുണ്ട്. ABC പദ്ധതിയിൽ കൊണ്ടുപോയി സ്റ്റെറിലൈസ് ചെയ്ത് വിടുന്ന പട്ടികൾക്ക് V ആകൃതിയിൽ ചെവി കട്ട് ചെയ്യുമായിരുന്നു. ഈ V ആകൃതിയിൽ വന്ധ്യംകരിച്ച പട്ടികളെ കൊണ്ടുവിടുമ്പോൾ അതിൻ്റെ കൂടെ കുട്ടികൾ നടക്കുന്ന ഒരു കാഴ്ച ഒരു കൗതുക കാഴ്ചയായിരുന്നു. അതായത് കൃത്യമായിട്ട് ഈ വന്ധ്യംകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു കാര്യം. കാരണം നായകൾ പ്രസവിക്കുമ്പോൾ 6, 7, 8 കുട്ടികളാണ്. അത് കാരണമാണ് ഇതിൻ്റെ വലിയ വംശവർധനം ഉണ്ടാവുന്നത്. അപ്പം കൃത്യമായ വന്ധ്യംകരണ പ്രവർത്തികളൊന്നും മാവേലിക്കര നഗരസഭയിൽ നിന്നല്ല, നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ പോലും കൃത്യമായി നടന്നിട്ടില്ല. ഇത് കൃത്യമായി നടക്കാനായി മാവേലിക്കരയിൽ ഒരു ABC സെൻറ്റർ കൊണ്ടുവരാനായി ഒരു കൂട്ടം നായ സ്നേഹികൾ ശ്രമിച്ചിരുന്നു. ഈ മുനിസിപ്പാലിറ്റിയുടെയും സമീപ പഞ്ചായത്തുകളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി ഏതാണ്ട് 60 ലക്ഷം രൂപയോളം സമാഹരിച്ചുകൊണ്ടൊരു സംവിധാനം ചെയ്യാനായി അവർ ഒരുങ്ങിയിരുന്നു. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇതിന് വില്ലിങ് ആയില്ല. സുപ്രീം കോടതി വിധി ഇന്ന് ഉണ്ടായതായി അറിയുന്നു. ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതി വിധിച്ചത് ഈ തെരുവുനായ വിഷയത്തിൽ. ഈ വിധിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എത്രമാത്രം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും? സുപ്രീം കോടതി വിധി, ഇന്നത്തെ ഇടക്കാല വിധി എന്ന് പറയുന്നത് നമുക്ക് മാധ്യമദ്വാര അറിയാൻ കഴിഞ്ഞത് പൊതുവിടങ്ങളിൽ നിന്ന്, അതായത് സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടെ ജംഗ്ഷനുകൾ എന്നിങ്ങനെയുള്ള പൊതുവിടങ്ങളിൽ നിന്നുള്ള നായകളെ നീക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതി ഇന്ന് കർശനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തുവാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിമാരായിരിക്കും ഇതിൻ്റെ മോണിറ്ററിങ് നടക്കുക. ഇതാണ് ഈ ഇടക്കാല വിധിയായി നമുക്ക് അറിയുവാൻ സാധിച്ചത്. ഇതിൻ്റെ പൂർണ്ണമായൊരു വിധിപ്പകർപ്പൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ വിധി എന്ന് പറഞ്ഞാൽ ജനസുരക്ഷ മുൻനിർത്തിയുള്ളൊരു വിധിയാണിത്. ഇത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ള കാര്യം ഇപ്പോഴും ചർച്ചയിലാണ്. കാരണം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും
ഇതിനു മുൻപേ, അതായത് മൃഗസ്നേഹികളുടെ കൂട്ടായ്മയും മറ്റ് സംഘടനകളും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ഇതേ ആവശ്യം മുൻപും ഉണ്ടായിരുന്നു. അതായത് പൊതു ഇടങ്ങളിൽ അക്രമകാരികളായതോ വയ്യാത്തതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ശല്യക്കാരോ ആയ നായകളെ പിടിച്ച് ഷെൽട്ടർ ഷെഡുകളിൽ ഇട്ടുകൊണ്ട് സംരക്ഷിക്കുക. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലായിരിക്കണം ഈ പ്രവർത്തനം നടക്കുന്നത്. ഇതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതൊന്നും ഇവിടെ നടന്നില്ല. ഈ തെരുവുനായ വിഷയത്തിൽ ഷെൽട്ടർ ഷെഡുകൾ സ്ഥാപിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും? അതായത് ഈ നിലവിൽ ഷെൽട്ടർ ഷെഡിലേക്ക് ഈ നായകളെ മാറ്റാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ ഷെൽട്ടർ ഷെഡ് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെ? അതിന് മുനിസിപ്പാലിറ്റികൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് ഈ ഷെൽട്ടർ ഷെഡ് എന്ന് പറയുന്നത്. അതിനുള്ള സ്ഥലം കണ്ടെത്തുക. മാവേലിക്കര നഗരസഭയിലാണെങ്കിൽ ABC പദ്ധതിക്കായിട്ട് കണ്ടിയൂർ കുരുവിക്കാട് 2ാം വാർഡിൽ കുരുവിക്കാട് ഒരു 4 ഏക്കർ സ്ഥലം, അതൊരു മുൻ BJP നേതാവിൻ്റെ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മക്കളുടെ പക്കലാണ് ഇപ്പോൾ ഈ സ്ഥലം നിലവിലുള്ളതെന്ന് അറിയുന്നത്. അപ്പോൾ അന്ന് നായസ്നേഹി സംഘത്തിലെ കുറേ ആളുകളാണ് ഈ ABC പദ്ധതിക്കായിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കാനായി അവരെ സമീപിച്ച്. അന്ന് 20 സെൻറ്റ് മാത്രമാണ് അവർ ചോദിച്ചത്. അപ്പം അത് ന്യായമായ വിലയ്ക്ക്, ഒട്ടും വിലയില്ലാതെ കൊടുക്കുകയല്ല, എന്നാൽ ചെറിയൊരു വിലയ്ക്ക് അത് നഗരസഭയ്ക്ക് കൈമാറാമെന്ന് അവർ സമ്മതിച്ചിട്ടുമുണ്ട്. 4 ഏക്കർ മൊത്തം സ്ഥലമുണ്ട്. അതിൽ 20 സെൻറ്റാണെന്ന് ഇവർ ചോദിച്ചിരുന്നത്. കുറച്ചുകൂടി സെൻറ്റ് ഒരു പക്ഷേ ചോദിച്ചാൽ അവർ തരുമായിരിക്കും. അങ്ങനെ ഒരു ഷെൽട്ടർ സംവിധാനം അവിടെ ഒരുക്കാൻ പറ്റും. അതാകുമ്പോൾ ഒരു ഒതുങ്ങിയ മൂലയാണ്, പൊങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. ഈ ഷെൽട്ടർ 4 വശവും ഷെൽട്ടർ, അതായത് നമ്മുടെ മെഷുകൾ സ്ഥാപിച്ചുകൊണ്ട് നായകളെ വിവിധ കണ്ണികളായിട്ട് ഇടാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നായകളെല്ലാം വ്യത്യസ്ത കൂട്ടങ്ങളാണ്. ഈ കൂട്ടങ്ങളെ ഒന്നിച്ചിട്ടാൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവും. അപ്പം വിവിധ കൂട്ടങ്ങളാക്കി അവരെ ഇട്ടുകൊണ്ട് ഇതിന് ഫുഡ് എന്ന് പറഞ്ഞാൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം ഈസിയായി വേണേൽ ചെയ്യാവുന്ന കാര്യമാണ്. നഗരസഭയിൽ ഒത്തിരി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹോട്ടലുകളിലൊക്കെ 3 മണി കഴിഞ്ഞാൽ ഉച്ചയൂണിൻ്റെ ഭക്ഷണം വേസ്റ്റാണ്. ഇതുപോലെ തന്നെ 11 മണി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാവിലത്തെ ഫുഡിൻ്റെയും വേസ്റ്റ് വരും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച ശേഷമുള്ള വേസ്റ്റ് അല്ല, ഭക്ഷണം വേസ്റ്റ്, ബാലൻസ് വരുന്ന ഭക്ഷണം. രാത്രിയും ഇതേ സംഭവം തന്നെയുണ്ട്. നമുക്ക് ഇതിനു വേണ്ടി ഒരു പ്രത്യേക വിങ്, ഹരിതകർമ്മ സേന പോലൊരു പ്രത്യേക വിങ്ങിനെ കളക്ട് ചെയ്യാമെങ്കിൽ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് ഈ ഹോട്ടലുകാരുടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഇതിന് തുക ഈടാക്കാം. ഇവരേതായാലും പുറത്തെ ഏജൻസിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് ചെറിയൊരു തുക ഹോട്ടലുകാരുടെ വാങ്ങിക്കൊണ്ട് ഈ നായകൾക്ക് ഈ വേസ്റ്റ്, അതായത് ഈ ബാക്കി വന്ന ഭക്ഷണം മിക്സ് ചെയ്ത് ഈ ഷെൽട്ടർ ഷെഡുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവ തിന്നു കഴിഞ്ഞുള്ള വേസ്റ്റ് ഉണ്ടാവുന്നത് അവിടെ ഒരു ബയോബിൻ സ്ഥാപിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ ഇട്ട് സംസ്കരിച്ച് വളമോ മറ്റെന്ത് കാര്യവും ആക്കാം. ഈസിയായി വേണമെന്ന് വെച്ചാൽ നഗരസഭകൾക്കെല്ലാം ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഈ നായപ്രേമികൾക്ക് നായകളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഷെൽട്ടർ ഷെഡിൽ ചില ആശങ്കകളുണ്ട്. കൃത്യമായി ഇവയെ നോക്കൂ. ഇപ്പം ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ജീവികളാണ് നായയും നമ്മുടെ കാട്ടിലെ ആനയും. ഇതെല്ലാം ഈ അവരവരുടെ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇവയൊക്കെ വയലൻ്റായി നമ്മൾ കണ്ടിട്ടുള്ളത്. ആനയുടെ കാര്യമാണെങ്കിൽ തന്നെ കാട് കയ്യേറി സത്യമായി പറഞ്ഞ് അങ്ങോട്ട് ചെന്നുകൊണ്ടാണ് ഈ നാട് കയ്യേറി അത് ഇങ്ങോട്ട് വരുന്നത്. അത് ഒരു ഫാക്റ്റാണ്. ഇപ്പം നായക്ക് ഈ നാടല്ലാതെ മറ്റ് തങ്ങാൻ അഫ്ഗാനിസ്ഥാനിലോ ആഫ്രിക്കയിലോ കൊണ്ടുവിടാൻ പറ്റൂ? ഇല്ല. അതും ജനിച്ചത് ഈ സ്ഥലത്ത് തന്നെയാണ്, അതും വളരേണ്ടതും ഈ സ്ഥലത്താണ്. ഇങ്ങനെ ആക്രമണകാരികളായിട്ടുള്ളതും നഗരത്തിലും ഈ പൊതുസ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുമായ നായ്ക്കളെ കൂട്ടത്തിനെ വേണം ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാനായിട്ട്. കാരണം ഉന്മൂലനം ചെയ്യുമല്ല, ആ വാക്ക് തന്നെ ക്ഷമിക്കണം, ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുക. അപ്പോൾ ഈ മാറ്റി പാർപ്പിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കെയർ കിട്ടുന്നുണ്ടോ എന്ന് അറിയുവാനായി ഈ നായപ്രേമി സംഘത്തിനെ നിയോഗിക്കണം. ഗവേണിംഗ് ബോഡിയിൽ, അതായത് ഈ നായ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സമീപനം നഗരസഭ നഗരസഭ അല്ലെങ്കിൽ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ചാൽ അവരുടെ ഒരു 80% ജോലി കുറഞ്ഞു കിട്ടും. കാരണം ബാക്കി കാര്യങ്ങൾ ഇന്നും അവരാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മാവേലിക്കരയിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ നായപ്രേമി സംഘ അംഗങ്ങളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് അവരൊക്കെ. ഇതുവരെ എനിക്ക് തോന്നുന്നത് 170ഓളം നായകളെയാണ് അവർ സ്വന്തം ചെലവിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളത്. ഒരു നായ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് 6000 രൂപയാണെന്ന് ആലോചിച്ചോണം. അപ്പം അത്ര കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് അവരൊക്കെ. അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഷെൽട്ടർ ഷെഡിൻ്റെ കാര്യം അവരുമായി ചർച്ച ചെയ്താൽ തന്നെ ഇതിന് നല്ലൊരു സൊല്യൂഷൻ കിട്ടും. ഈ തെരുവ് നായ എന്ന് പറഞ്ഞ പ്രശ്നം തീരും. ഇന്ന് ഒരു പ്രസ്താവനയിൽ ഞാൻ കണ്ടതാണ് ഫേസ്ബുക്കിൽ.
അവർ എഴുതിയിരിക്കുന്നു, ഈ നായകളെ പരിപാലിക്കാനുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും വീടുകളിൽ നിന്ന് നായകളെ പുറത്തേക്ക് ഇറക്കി വിടാനുണ്ടാകുന്ന പ്രധാന കാരണം. കാരണം സർക്കാർ ഈ മരുന്ന് സർക്കാർ സ്ഥാപനങ്ങളിലില്ല, വെളിയിൽ നിന്ന് മേടിക്കുമ്പോൾ വലിയ തുക വരുന്നു, അല്ലെ സർക്കാർ ഡോക്ടർമാർ എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വെളിയിലെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ വലിയ തുക വേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ബാധ്യതയായി വരുന്നത് കൊണ്ടാണ് ഇവയെ പലരും വീടുകളിൽ നിന്ന് ഉപേക്ഷിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നു. ഇതിൻ്റെയൊക്കെ വില നിയന്ത്രിച്ച് സർക്കാർ ഇതിന് സൗഹൃദാത്മകമായ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പലരും നായകളെ ദത്തെടുക്കാൻ തയ്യാറാവും. രണ്ടാമത് ഈ ഷെൽട്ടർ ഷെഡിലുള്ള നായ കുട്ടികളുണ്ടെങ്കിൽ ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കാമെങ്കിൽ ആൾക്കാരെടുക്കും. ആൾക്കാർ വീട്ടിൽ ഓമനകളായി വളർത്താനായി എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ പേടിയാണ് ഇപ്പോൾ പലപ്പോഴും. ഒരു പട്ടിക്കുഞ്ഞിനെ പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വഴിയരികളിൽ നിന്നൊക്കെ നമ്മൾ പട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ജീവിതാന്ത്യം വരെ അതിനെ നോക്കിയിട്ടുമുണ്ട്. ഇന്ന് പേവിഷബാധ, വൈറസുകൾ, ഈ ഒരു ഭയം അവർക്കുണ്ട്. അപ്പോൾ ഇത് സർക്കാർ സംവിധാനത്തിൽ ഒരു ഷെൽട്ടർ ഷെഡ് ആവുമ്പോൾ അവിടെ സ്റ്റെറിലൈസ് ചെയ്ത് കിടക്കപ്പെടുന്ന നായകളുടെ കുട്ടികളുണ്ട്, അതിനെ എടുത്തുകൊണ്ട് പോകാൻ വരെ ആൾക്കാർ തയ്യാറാവും. വലിയൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നായ ഇനമാണിത്. ഇപ്പം നമ്മുടെ തെരുവ് നായകളെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പരാഹ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായി പറയുന്ന നാമം. ഇതിനെ ഒരു ബ്രീഡായിട്ട് പോലും ലോക കെന്നൽ ക്ലബ് അംഗീകരിച്ചിട്ടില്ല. അതിനുള്ള ഒരു ശ്രമവും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിശക്തരായ നായകളാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പരാഗ്. വലിയ രോഗപ്രതിരോധ ശേഷി, വലിയ യജമാന സ്നേഹം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉന്നത സംവിധാനത്തിൽ നിൽക്കുന്ന നായയാണ്. പക്ഷെ അതിനെ ഒരു ബ്രീഡാക്കിയിരുന്ന ഒരുപക്ഷെ ഈ ഒരു അവസ്ഥ ഇതിന് വരുത്തില്ല. ഇവിടുന്ന് യൂറോപ്പിലേക്ക് വരെ ഇതിനെ കൊണ്ടുപോയിട്ടുണ്ട് പലരും, വിവിധ രാജ്യങ്ങളിലേക്ക്. അപ്പം നമ്മൾ പറയാനുള്ളത് ഇത്രയുമാണ്, ഷെൽട്ടർ ഷെഡുകൾ ഒരുക്കുമ്പോൾ കൃത്യമായി ആ നായപ്രേമി സംഘം എന്ന് പറയുന്ന ആ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് അവരെയും കൂടെ ഇതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംവിധാനം ഈ മുനിസിപ്പാലിറ്റികളോ നഗരസഭകളോ സ്ഥാപിക്കുകയാണെങ്കിൽ അത് പൂർണ്ണ തോതിൽ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരുവുനായ ആക്രമണ വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ഈ വിഷയത്തിൽ ജനങ്ങൾക്കൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന ആവശ്യമായി ഞങ്ങളുടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വിഷയവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.